പ്രധാനപ്പെട്ട ഒരു വിഭവമായിട്ടുള്ള മത്തങ്ങ വൻപയർ എരിശ്ശേരി റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ കുറേ ആൾക്കാർക്ക് എങ്ങനെയാണ് ഈ എരിശ്ശേരി തയ്യാറാക്കുന്നതെന്ന് അറിയായിരിക്കും. അപ്പോൾ അറിയാത്തവർക്കും അതേപോലെ തന്നെ ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അടിപൊളി മത്തങ്ങ വൻപയർ എരിശ്ശേരി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് മത്തങ്ങ വൻപയർ എരിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ വൻപയർ 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് നന്നായിട്ട് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം കുക്കറിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ വൻപയർ ഇട്ട് കൊടുക്കാം. ഇതൊരു 200 ഗ്രാം വൻപയർ ഉണ്ടാവും. ഇത് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊരു മത്തങ്ങ കറി പോലെ ആവും. ഇത് കൂട്ടുകറിയെല്ലാം പോലെ ഒരു ഡ്രൈ ആയിട്ടുള്ള കറിയാണ്. അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ 1 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ വൻപയർ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ നമുക്കൊന്നിത് വേവിക്കാം. 3 വിസിൽ വന്ന് നമ്മളെ വൻപയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മത്തങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു മീഡിയം മത്തങ്ങന്റെ പകുതിയാണ് ഞാൻ എടുത്തത്. ഇതേപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം അധികമായി പോവരുത്. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. 1/2 ഗ്ലാസും കൂടി ഒഴിച്ചിട്ട് നമുക്ക് 1 വിസിൽ വരുന്നത് വരെ ഒന്നുകൂടി ഒന്ന് വേവിക്കാം. അപ്പോൾ മത്തങ്ങ വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഒതുക്കിയിട്ട് വരണം. ഒരുപാട് അങ്ങ് അരക്കണ്ട, ജസ്റ്റ് ചതച്ചാൽ മാത്രം മതി. നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് അടിച്ചു കൊടുക്കാം. നന്നായിട്ട് വൻപയറും അതേപോലെ തന്നെ മത്തങ്ങയൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കറക്റ്റ് അളവാണ് വെള്ളത്തിൻ്റെ ഒക്കെ. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഇതൊരു മത്തങ്ങ കറി പോലെ ആയി പോകും. അപ്പോൾ ഈ ഒരു വെള്ളം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വൻപയർ വേവിക്കുമ്പോൾ ഞാൻ 1 ഗ്ലാസും പിന്നെ മത്തങ്ങ ഇട്ടിട്ട് 1/2 ഗ്ലാസും ആണ് വെള്ളം ചേർത്തത്. ആ ഒരു കണക്ക് എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് ഒതുക്കി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. കണ്ടോ, തേങ്ങ ഈ ഒരു പരുവത്തിലാണ് ഒതുക്കേണ്ടത്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 4 കാന്താരി മുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് പച്ചമുളകാണ് ചേർക്കേണ്ടതെങ്കിൽ അതും ചേർത്ത് കൊടുക്കാൻ പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ കാന്താരി മുളകാണ് ചേർത്തത്. കാന്താരി മുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ കാന്താരി മുളക് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അതിന് മുന്നായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഈ കറിയിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി തിളച്ച് തേങ്ങയൊക്കെ മിക്സ് ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളെ എരിശ്ശേരി നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വറുത്തിടാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കാം. വറുത്തിടാൻ വേണ്ടി ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ചിരകിയ തേങ്ങയും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് ഇത് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളെ മത്തങ്ങ വൻപയർ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. സദ്യാ വിഭവങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണിത്. അപ്പം നിങ്ങൾ വിഷുവിന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.